കർത്താവിൻ്റെ അനുഗ്രഹീതമായിട്ടുള്ള സഭയുടെ പെന്തിക്കോസ്തിയുടെ വലിയ അനുഭവത്തിന് ശേഷം വരുന്ന ദിനങ്ങൾ കൂടി നാം കടന്നു പോവുകയാണല്ലോ. ഇന്ന് വായിച്ച വേദഭാഗത്ത് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം പ്രകാരമാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം വൃഥാവാക്കിക്കളഞ്ഞ ഒരു സമൂഹത്തെക്കുറിച്ച് അവിടെ കൃത്യതയോടുകൂടി ഓർപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകൻ സ്നാനം നൽകി തൻ്റെ ദൗത്യം നിർവഹിച്ച് കർത്താവിന് മുന്നോടിയായിട്ട് സഞ്ചരിക്കുമ്പോൾ നിയമവും നിയമസാഹചര്യങ്ങളും അറിയാവുന്നവർ അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ വൃഥാവാക്കിക്കളയുന്ന സംഭവമാണല്ലോ ഇവിടെ പ്രതിപാദിക്കുന്നത്. ജീവിതത്തിൽ എല്ലാ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഉദ്ദേശമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണുവാനായിട്ട് ആർക്കും സാധ്യമല്ല. ശുദ്ധീകരണം സാധ്യമാകുന്നത് കർത്താവിനുള്ള വിശ്വാസത്തിലും ഒപ്പം അവനോടൊപ്പം സഞ്ചരിക്കുന്നതിലൂടെയും ദൈവവചന പഠനത്തിലൂടെയും നിന്റെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് ഗ്രന്ഥം നമ്മളെ വീണ്ടും ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും വചന പഠനത്തിലൂടെയും ഒക്കെ ഇത് സാധ്യമാക്കി തീർക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശം എന്തെന്ന് തിരിച്ചറിയുവാനായിട്ട് നാം പല അവസരങ്ങളിലും മുൻപോട്ട് സഞ്ചരിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ശൗൽ രാജാവ് ചില പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ ഭാവിയെക്കുറിച്ച് തിരിച്ചറിയുവാൻ തക്കവണ്ണം, മുൻപോട്ട് എന്തായിരിക്കുമെന്ന് കാണുവാൻ തക്കവണ്ണം വെളിച്ചപ്പാടത്തുകളുടെയും മറ്റുള്ളവരുടെയും മുൻപാകെ പോയ സന്ദർഭങ്ങളൊക്കെ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കുവാൻ തക്കവണ്ണം പഴയ നിയമത്തിൽ പ്രത്യേകമായ ദൗത്യത്തിന് ഏർപ്പെടുത്തിയ ആത്മാവ് എന്നേക്കും നമ്മളോടുകൂടി ഇരിക്കേണ്ടതിന് തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ വാഗ്ദാനം അനുസരിച്ച് നമ്മളെല്ലാവരും വ്യാപരിക്കുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്ന സംഗതി ഇതാണല്ലോ, അവൻ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തും. സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തുകയും ആ ബോധ്യത്തിനനുസരിച്ച് സഞ്ചരിക്കുവാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഉദ്ദേശം വൃഥാവായി പോവുകയില്ല. ഇവിടെ ഈ സമൂഹം സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യമുള്ള സമൂഹമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് പീലാത്തോസ് പറയുന്നു, ഇവനിലൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് എന്താണ് സത്യമെന്നും എന്താണ് നീതിയെന്നും വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ളപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇവനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിക്കുന്ന സംഭവം. അപ്പോൾ സത്യവും നീതിയും നല്ല ബോധ്യമുള്ള ഒരു സമൂഹം ദൈവത്തിൻ്റെ പദ്ധതിയെ വൃഥാവാക്കി കളയുന്ന സന്ദർഭമാണ് അവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനിട്ടിടയാകുന്നത്. നമ്മൾ നമ്മുടെ ഓരോ വ്യക്തി ജീവിതത്തിലേക്കും തിരികെ വരുമ്പോൾ ഈ സത്യത്തെ, നമ്മൾ അറിഞ്ഞിരിക്കുന്ന സത്യത്തെ മുൻപോട്ട് നയിക്കുവാനായിട്ട് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഇന്നത്തെ വേദവായനയിൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒരു വേദവായന അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് 40-ാം അധ്യായം 37, 41-ാമത്തെ അധ്യായം 37 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ യോസേഫ് എന്ന് പറയുന്ന ആ വ്യക്തി മിസ്രൈമിൻ്റെ മേലധികാരിയായി തീരുന്ന ഒരു രംഗമാണ് അവിടെ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായിരുന്നു അവിടുത്തെ സാഹചര്യമെന്ന് നമുക്കറിയാം. ഈ യോസേഫിനെ സംബന്ധിച്ച് മുൻപ് തൻ്റെ സഹോദരന്മാരോടൊപ്പം വളരെ സുരക്ഷിതമായി ജീവിച്ച ഒരു സഹോദരനാണ്. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള ആലോചന പ്രകാരം ദൈവാത്മാവിൻ്റെ പ്രേരണയിൽ താൻ കണ്ട പല സ്വപ്നങ്ങളും ആ സമൂഹത്തോട്, സ്വന്തം സഹോദരങ്ങളോട് അറിയിച്ചത് മുഖാന്തരമായിട്ട് അവിടെ ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ പ്രവർത്തിച്ച ഒരു കൂട്ടം സഹോദരങ്ങളെ കാണുന്നുണ്ട്. ദൈവ പദ്ധതിക്കെതിരെ പ്രവർത്തിക്കുന്നവനും ദൈവ പദ്ധതിക്കെതിരെ നിൽക്കുന്നവൻ്റെയും അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ഇവിടെ ഈ യോസേഫിനെ സംബന്ധിച്ച് ദൈവ പദ്ധതിയിൽ ചേർന്ന് നിന്ന് ദൈവത്തെ ദർശിച്ച് മുൻപോട്ട് പോയപ്പോൾ തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഏറ്റ പീഡകളും തന്നോടൊപ്പമുള്ളവർ തന്നെ കൊല്ലുവാൻ തക്കവണ്ണം പൊട്ടക്കുഴിയിൽ ഇട്ട അനുഭവത്തിലും ഇവിടെയൊക്കെയും യോസേഫ് ദൈവാത്മാവിൽ സഞ്ചരിക്കുവാൻ തക്കവണ്ണം സാധിച്ചു.
പിന്നീടുള്ള ജീവിത സാഹചര്യങ്ങളിൽ അവൻ പാപം ചെയ്യാതെ തന്നെ തന്നെ കാത്തുവെന്ന് വിശുദ്ധ ഗ്രന്ഥം ഓർപ്പിക്കുന്നുണ്ട്. പ്രതിസന്ധികൾക്കിടയിൽ പാപം ചെയ്യാതെ കാത്തുകൊണ്ടതുകൊണ്ടാണ് ഈ 41-ാം അധ്യായത്തിൽ അവിടെ വളരെ കൃത്യതയോടുകൂടി ഫറവോൻ പറയുകയാണ്, ഫറവോൻ ഒരു പുറജാതി രാജാവാണ് എന്നുള്ളത് നമുക്കറിയാം. 38-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുവാൻ സാധിക്കുമോ? അപ്പോൾ ദൈവത്തെ നിരന്തരം ആരാധിക്കാത്തവർക്കും നിരന്തരം ദൈവസന്നിധിയിൽ വരാൻ സാധിക്കാത്തതും എന്ന് നമ്മൾ ചിന്തിക്കുന്നവർക്ക് പോലും ദൈവാത്മാവിലുള്ള യോസേഫിനെ തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ദൈവാത്മാവിൽ സഞ്ചരിച്ച് ഒപ്പമുണ്ടായിരുന്ന സഹോദരങ്ങൾക്ക് ഇവന്റെ വളർച്ചയെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന് തടസ്സമാകുമെന്ന് ചിന്തിച്ചതുകൊണ്ട് അവിടെ പറ്റിയ വലിയ ഒരു പരാജയം എന്ന് പറയുന്നത് അവരുടെ ബുദ്ധി കൊണ്ടാലോചിച്ച് പൊട്ടക്കുഴയിലും, അതുതന്നെയല്ല ഇവൻ ഇവിടെ നിന്ന് കരയേറിയാൽ അതുതന്നെ പ്രതിസന്ധിയാകുമെന്ന് ചിന്തിച്ച് ഒരിക്കലും തിരിച്ചു വരുവാൻ സാധിക്കാത്ത ഒരു രാജ്യത്തേക്കും അവനെ വിറ്റുകളയുന്നതായിട്ട് നമുക്ക് കാണുവാനിട്ടിടയാകും. വിറ്റുകളയുമ്പോൾ സ്വന്തമായിട്ടുള്ളതിനെ വിറ്റുകളയുന്നതിൻ്റെ നോവ് വളരെ ശക്തമാണ്. അതിന്ന് പല അവസരങ്ങളിലും നമ്മൾ കാണുന്നതാണ്. സ്വന്തം വ്യക്തിത്വങ്ങളെയും സ്വന്തം സാഹചര്യങ്ങളെയും വിറ്റുകളഞ്ഞ് ജീവിക്കുന്നവരുടെ ഒരു വലിയ സമൂഹത്തിൽ, നിലപാടുകൾക്ക് വിരുദ്ധമായി സഞ്ചരിക്കുന്നവരുടെ സമൂഹത്തിൽ നാം യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഈ യോസേഫ് നിലപാടുകൾക്കുള്ളിൽ ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഉണ്ടായ സാഹചര്യം, സഹോദരങ്ങൾ നിലപാടുകൾ വിറ്റുകളഞ്ഞപ്പോൾ പിന്നീടുണ്ടായ സാഹചര്യത്തിൽ ഈ യോസേഫിന്റെ മുന്നിൽ തന്നെ ഈ സഹോദരങ്ങൾ വന്നു ചേരുന്നതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ദൈവാത്മാവിന്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ അവിടെ പ്രതിസന്ധികളും പൊട്ടക്കിണറുകളും എല്ലാവരുമായിട്ടുള്ള തിരസ്കരണങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നെങ്കിലും അതിൻ്റെ ആത്യന്തികമായിട്ട് നീ സിംഹാസനത്തിൽ സിംഹാസനം കൊണ്ട് മാത്രം എന്നേക്കാൾ താന്നവനായിരിക്കുമെന്ന് പറഞ്ഞ് ഒരു വ്യക്തി പോലും സ്വന്തമായി ഇല്ലാത്ത സ്ഥലത്ത്, ആരോരുമില്ലാത്ത സ്ഥലത്ത്, സ്വന്തക്കാരുള്ളിടത്ത് രാജാവാകുക എന്ന് പറയുന്നത് എളുപ്പമായിരിക്കാം. ആരുമില്ലാത്തൊരു സ്ഥലത്ത് രാജാവായി തീരുവാൻ തക്കവണ്ണം യോസേഫിനിടയാക്കിയത് ദൈവ പദ്ധതിയെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ദൈവ പദ്ധതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് ജീവിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിന് മുൻപോട്ടുള്ള സാഹചര്യങ്ങളിലും നാം പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിലും അവിടെയും കൃത്യമായിട്ട് ഓർപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. 12-ാം അധ്യായം നാം അവിടെ വായിക്കുമ്പോൾ അവർക്ക് മിസ്രൈമിയർക്ക് ഇസ്രായേൽ മക്കളോട് അനുകമ്പ തോന്നുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി എന്ന് അവിടെ കാണുന്നു. ആദ്യത്തെ സാഹചര്യങ്ങളിൽ ദൈവപദ്ധതിയെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവന് പ്രസന്നതയുണ്ടാവുമെങ്കിൽ രണ്ടാമത് ദൈവപദ്ധതിയെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവന് സമൂഹം അവനോട് അനുകമ്പ തോന്നുവാൻ തക്കവണ്ണം ഇടയാക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. യോസേഫ് കാരാഗ്രഹത്തിലായിരുന്നു. ദൈവം അവിടെ ഒരു പദ്ധതി തനിക്ക് വേണ്ടി തൻ്റെ ദാസനായ യോസേഫിനെ സഹായിക്കുവാൻ തക്കവണ്ണം ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് അവിടുത്തെ രാജാവിന് അവനോട് അനുകമ്പ തോന്നുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മോശയ്ക്ക് ആ വെള്ളത്തിൽ കിടന്നപ്പോൾ അവിടെ രാജ്ഞിയുടെ മകൾക്ക് അനുകമ്പ തോന്നുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ നമ്മളോട് അനുകമ്പ തോന്നുവാനും നമ്മളെ സഹായിക്കുവാനും തക്കവണ്ണം ഇടയാക്കുന്നത് നമ്മുടെ ബുദ്ധിയെക്കാളും നമ്മുടെ രക്ഷാബലത്തെക്കാളും നമ്മുടെ ബന്ധുബലത്തെക്കാളും ഉപരിയായിട്ട് ദൈവത്താൽ തോന്നുന്നതാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു ഉപമ പറയുമ്പോൾ വളരെ കൃത്യമായി വഴിയരികിൽ കിടന്ന ഒരുവനെ സംബന്ധിച്ച് അവനെ സംരക്ഷിക്കുവാൻ പലരും വന്ന് അവനെ കണ്ട് മുൻപോട്ട് പോവുകയാണ്. എന്നാൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ ആത്മാവുള്ളവൻ അവിടെ പരിവർത്തിക്കുമ്പോൾ അവൻ അവിടെ നിന്നിറങ്ങി അവനെ ആശുപത്രിയിലാക്കുന്ന സംഭവം നമ്മൾ യേശുക്രിസ്തു പറയുന്ന ഉപമയിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദൈവാത്മാവിൽ സഞ്ചരിക്കുന്നവർക്ക് ഈ സമൂഹം നമ്മളോടൊപ്പം നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് പുറപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. മൂന്നാമത് നമ്മൾ വായിച്ച വേദഭാഗം യോശുവ ദീർഘദർശിയുടെയും ഭാഗമാണ് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. അവിടെ വളരെ കൃത്യതയോടുകൂടി ഓർപ്പിക്കുന്ന സംഭവം, ഒരു കോട്ട, അവിടെ നിന്ന് ആരും പുറത്തേക്ക് കയറുകയോ പുറത്ത് നിന്ന് അകത്തോട്ട് കയറുകയോ ഇറങ്ങുകയോ ചെയ്യാത്തതൊക്കെ വണ്ണം സംരക്ഷിച്ചിരിക്കുന്ന ഒരു കോട്ടയാണ്. ആ കോട്ടയെ സംബന്ധിച്ച് അവർ ഇറങ്ങാത്ത കാര്യം ശത്രുക്കൾ വന്ന് തങ്ങളെ
ആക്രമിച്ച് കീഴ്പ്പെടുത്തും എന്നുള്ളതാണ്. സാധ്യതകളില്ലാത്തവിടത്ത് സാധ്യതയുണ്ടാക്കി ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം യോശുവയുടെ നേതൃത്വത്തിൽ അവിടെ ഈ കോട്ടയ്ക്ക് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടെങ്കിലും ദൈവവചനം ശക്തിയാണ്, അത് ജീവനാണ്, അത് ഇരുവായ തലയുള്ള വാളുകളിനേക്കാൾ മൂർച്ചയേറിയതാണ്, അത് ആത്മാവിനെയും സന്ധിവഞ്ചകളെയും വിടുവിക്കുവാൻ തക്കവണ്ണം ശക്തമായി തുളച്ചു ചെല്ലുന്നതാണ് എന്നുള്ളത് നാം ഓർമ്മിച്ചുകൊണ്ട് അവിടെ ഇവരുടെ നിരന്തരമായിട്ടുള്ള യാത്ര, ആ പ്രദക്ഷിണങ്ങൾ, ജീവിതത്തിൽ ദൈവ പദ്ധതിക്ക് വേണ്ടിയുള്ള യാത്ര, അത് നിർവഹിക്കപ്പെട്ടപ്പോൾ അവിടെ സാധ്യതകളില്ലാത്തതാണ്. ബുദ്ധിയിൽ അത് മുൻപോട്ട് കൊണ്ടുപോയാൽ വളരെ അപകടകരമാണ്. എന്നാൽ അവർ അപ്രകാരം സഞ്ചരിച്ചപ്പോൾ എറിഹോ കോട്ട പിടിച്ചടക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മുടെ യാത്ര, അവിടെ വായിച്ച ആദ്യ ഭാഗത്ത് ദൈവത്തിൻ്റെ പദ്ധതിയെ വൃഥാവാക്കി കളഞ്ഞ സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നവരുടെ ഇടയിലേക്കാണ് ദൈവം അവതരിച്ചത്. എന്നാൽ വീണ്ടും അവനെ തള്ളിക്കളഞ്ഞത് മുഖാന്തരം അവരുടെയും അവരുടെ തലമുറകളുടെയും അവസ്ഥ പരിതാപകരമായി തീർന്നു. ഇത് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും എന്ന് ശക്തമായി ഉദ്ഘോഷിച്ചവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ പ്രതിസന്ധികരമായി ഇന്നും തുടരുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രഖ്യാപനങ്ങൾ എല്ലാം തലമുറകൾക്ക് അനുഗ്രഹമായി തീരുവാൻ, പ്രത്യേക സാഹചര്യത്തിൽ യേശു ക്രിസ്തുവിനെ കുരിശിക്കുവാൻ അവർ പറഞ്ഞതാണെങ്കിൽ കൂടെയും പൂർവികർ ചെയ്യുന്ന പല കാര്യങ്ങളും തലമുറകൾക്ക് അതിൻ്റെതായ നിലയിലും നിലപാടുകൾക്കും ജീവിത സാഹചര്യങ്ങൾക്കും മാറ്റമുണ്ടാക്കും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ദൈവസന്നിധിയിൽ ചേർച്ചയുള്ളതായി തീരട്ടെ. നമ്മുടെ ഇടപെടലുകൾ ദൈവസന്നിധിയിൽ അനുഗ്രഹമായി തീരട്ടെ. യോസേഫിനെ പോലെ കാരാഗൃഹത്തിൽ കിടന്നാലും ഒരു ദിവസം രാജകീയമായ പദവിയിലേക്ക് കൊണ്ടുവരുന്ന, അത് ഉയർപ്പിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണെങ്കിൽ കർത്താവിനോടൊപ്പം ജീവിക്കുക എന്നുള്ള അനുഗ്രഹീത സന്ദർഭത്തിൽ നമുക്ക് നമ്മളെ തന്നെ നയിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇട നൽകും. അതിന് കർത്താവിൻ്റെ പരിശുദ്ധ റൂഹ നമ്മളെ സഹായിക്കട്ടെ. ഈ ബലിപീഠം നമ്മൾക്ക് അനുഗ്രഹമായി നൽകട്ടെ. ഈ ബലിപീഠത്തിൽ നിന്ന് ഒഴുകുന്ന അനുഗ്രഹങ്ങളും കരുണയും പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിലപാടുകളെ നിശ്ചയിക്കുവാൻ, സ്വീകരിക്കുവാനും തിരിച്ചറിയുവാനും തക്കവണ്ണം വലിയ കൃപ നമുക്ക് ഏവർക്കും ദൈവം പ്രദാനം ചെയ്യട്ടെ. എല്ലാ വിശുദ്ധന്മാരുടെയും സഹതാമാരുടെയും മധ്യസ്ഥത നമുക്കും നമ്മുടെ തലമുറകൾക്കും അനുഗ്രഹമായി തീരുമാറാകട്ടെ. ആമേൻ.